അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹു ചൊല്ല്, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, ನಾನು റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഔത്തു പറഞ്ഞാൽ പോയിന്ന്. വൈദാ അബ്ദുല്ലാഹിബ്നു സുബൈർ മാഹു തസ്തുൻ യഷ്റബു മാ ഫീഹ. നോക്കുമ്പോൾ അവിടെ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹത്തെ കയ്യിലൊരു പാത്രമുണ്ട്. ആ പാത്രമുള്ള യന്ത്രമാ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ನಾನು സലാമു ചെന്നിട്ട് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോയ അബ്ദുല്ലാഹിബ്നു സുബൈർ പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ കുടിച്ചിട്ടുണ്ട്. നബി തങ്ങളിട്ട് ഇങ്ങനെ മുണ്ടിക്കുമ്പോൾ പിന്നെ കുടിച്ചിട്ടുന്ന ആ പാത്രം കാലിയാക്കിയിട്ട് നബി തങ്ങളെ മുട്ട കയ്യിൽ വന്ന് കൊടുത്തു, ആ പാത്രത്തിൽ കൊടുത്തു. അപ്പോൾ നബി തങ്ങൾക്ക് എടുത്ത്, നീ തൂഞ്ഞിയൊക്കെ എടുത്ത് ഫറക്ത, നീ തൂഞ്ഞിയെ. അപ്പോൾ അബ്ദുല്ലാഹിബ്നു സുബൈർ ചെന്ന്, ആ തൂഞ്ഞ നബി, ഞാൻ തൂഞ്ഞത് എന്ത്. അപ്പോൾ ನಾನು കേട്ട, എന്താ നബി നീ തൂയ കൊടുത്തതേ. അപ്പോൾ ചെന്ന്, അത് ഞാൻ ഹിജാമാക്കിയ ചോര അത് തൂയ കൊടുത്തു. ഞാൻ ചെന്ന് സാധാരണ മനുഷ്യ ശരീരത്തുള്ളതായ കെട്ട ചോര, ബെടക്ക് ചോരയുടെ ക്ലീനാക്കുന്നതായിട്ട് ക്ലീനാക്കി എടുക്കുന്നതായിട്ട് ഹിജാമായേണ്ടത്. അത് നബി തങ്ങളുടെ സുന്നത്തും കൂടിയായിട്ട് ആരോഗ്യത്തെ ദൃഷ്ടിയിൽ വലിയ നല്ലൊരു ഒരു ചികിത്സ ആയിരിക്കണത്. അപ്പോൾ ഹിജാമാക്കിയിട്ട് നല്ല ചോരയുടെ നാന്താക്കിയ തൂയ കൊടുത്തുന്നേ ചെന്ന്. അപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹു ചൊല്ല്, ദാക ശരിബഹു വല്ലദീ ബഅസക ബിൽ ഹഖ്. നബി, നിങ്ങൾ തൂയ കൊടുത്താറോ, വല്ലാഹി അയാൾ തൂഞ്ഞിട്ടില്ല, അതിൽ കുടിച്ചിട്ട് അയാളതിൽ തൂഞ്ഞിട്ടില്ല. അപ്പോൾ നബി തങ്ങൾ ചെന്ന്, ഷരിബ്ത, ഓ പിന്നെ അബ്ദുള്ള, നീ അത് കുടിച്ചേ, ഞാൻ നിന്നോട് തൂയ തന്നതല്ലേ. അപ്പോൾ അബ്ദുല്ലാഹിബ്നു സുബൈർ ചെന്ന്, നഅം നബിയെ, പിന്നെ ഞാൻ അത് കുടിച്ച നബിയെ. അഹ്ബബ്തു അൻ യകൂന ദമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജൗഫി. നിങ്ങളെ ചോര അത് എൻ്റെ ബേത്തിലിക്കട്ടെ എന്നാണ് വിചാരിച്ചത്, എനിക്കത് തുയ്യോ മനസ്സ് വന്നില്ല നബിയെ ചെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ, ആരെങ്കിലും ചോര കുടിക്കാറല്ല, അങ്ങനത്തെ അന്ധവിശ്വാസിക്കോ തീരല്ല ചെന്നിട്ട് ഗൗജാക്കല്ല, മരിച്ചിട്ട് നബി തങ്ങ ചെന്ന ഫലക്ക, മൻ ഖാലത ദമീ ദമഹു ലാ തമസ്സുഹു നാർ. എൻ്റെ ചോര പിന്നെ ആ വേറെ ആരുടെയെങ്കിലും ചോരയിൽ മിക്സായെങ്കിൽ അവനക്ക് നരകത്തെ തീ തട്ടല്ല എൻ്റെ നബി തങ്ങ ചെന്ന്. അപ്പോൾ എത്ര ഒരു ഗൗരവമുള്ളൊരു വിഷയമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോര, ആ ചോര ഇന്നൊരു മനുഷ്യരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ആ ശരീരത്തിൽ നരകത്തെ തീ തട്ടല്ല എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന്. അതായിട്ട് സ്വഹാബത്ത് നബി തങ്ങൾ അത്രമാത്രം അങ്ങനെ എന്താക്കിന്നാർ, സ്നേഹിച്ചിരുന്നാർ, ബഹുമാനിച്ചിരുന്നാർ. നബി തങ്ങളുടെ ഓരോ അവയവും അങ്ങ് വലിയ പവിത്രമായ ഒരു സ്ഥാനം അങ്ങനെ കൽബിലെത്തുക. മാലിക് ഇബ്നു സിനാൻ ഇതേപോലത്തെ ഒരു സംഭവത്തിൽ കണ്ട് ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരത്തിൽ ഗായമായപ്പോൾ ആ ഗായത്തിൽ നിന്ന് പുറപ്പെട്ടതായ രക്തത്തെ തുണിയിൽ തൂത്തിൽ ക്ലീനാക്കാണ്ട് അതിൻ്റെ സ്വന്തം നാവിൽ നക്കിയിട്ട് ക്ലീനാക്കിയ സംഭവം നമുക്ക് കാണുവാൻ സാധ്യമാവും. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ വച്ചനായിട്ട് ആരെങ്കിലും നൻ്റെ ചോര ഇന്നത്തെ ശരീരത്തിലുണ്ടെങ്കിൽ അവൻ്റെ ശരീരത്തിൽ എന്താവല്ലേ നരകത്തെ തീ തട്ടല്ലാട്ട്. അതുകൊണ്ടായിട്ട് അഹ്ലു ബൈത്ത് തങ്ങന്മാരെ ഞങ്ങൾ ബഹുമാനിക്കരുത്, മുസ്ലിം ഉമ്മത്ത് തങ്ങന്മാരെ ബഹുമാനിക്കരുത്. അതുകൊണ്ടായിട്ട് ആ തങ്ങന്മാരെ ബഹുമാനിക്കരുത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോര അങ്ങനെ ശരീരത്തിലുണ്ടല്ലേ, അങ്ങനെ എങ്ങനത്തെ ആൾമേരാവട്ടെ, പാറ്റ ആൾമാവട്ടെ, അങ്ങക്ക് രക്ഷപ്പെടുള്ളതായ ഫുള്ള് ചാൻസ് അള്ളാഹു ആ നിലക്ക് ആക്കി കൊടുത്തറ. അങ്ങനെ അമലെല്ലാം പിന്നെ ഫസ്റ്റായിട്ട് അങ്ങനെ ശരീരത്തിൽ നിമിത്തങ്ങളെ ചോര ഉള്ളത് കൊണ്ടും ആ ചോര ഉള്ള ശരീരം നരകത്തെ തീയർക്ക് തട്ടല്ല ചെല്ലെ ആ ഒരു വലിയൊരു പിന്നെ ആ ഒരു ഗ്യാരണ്ടി തങ്ങന്മാർക്ക് ഉള്ളത് കൊണ്ടു ആ തങ്ങന്മാരെ തങ്ങെന്താക്കോ തീരാ നിസ്സാറാക്കോ തീരാണ് ചെല്ലോ കാരണം അതേ ആയിട്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മ ബാപ്പന്മാർ അങ്ങ് സ്വർഗത്തെ ആൾമാർ എന്നിട്ട് അഹ്ലുസുന്നത്തെ പിന്നെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുക കാരണം അതേ ആയിട്ട്. ഒരാൾമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ഉമ്മ പാപ്പന്മാരെ നരകത്തിന് ചൊല്ലുക ഭാര്യ എന്തോ ഒരു കൊസിയത് ഒരിക്കലും അങ്ങനെ നരകത്താൽമാർക്ക് അങ്ങ് ചൊല്ലുക തീര മരിച്ചിട്ട് അങ്ങ് സ്വർഗത്താൽമാരായിട്ട് കിടാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോര അങ്ങനെ ശരീരത്തിലുള്ളത് കൊണ്ടും ആ ചോര പിന്നെ നരകത്തിന് ഒരിക്കലും നരകത്തെ തീ തട്ടുകൾക്ക് ചാൻസ് ഇല്ല. അതുകൊണ്ടായിരിക്കും ഇമാം ആലൂസി പോലത്തെ വലിയ പണ്ഡിതന്മാർ ചെല്ലാറ് ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ പാപ്പമാർ നരകത്ത് നിന്ന് ചെന്നിട്ടെങ്കിൽ ഫസ്റ്റായിട്ട് അവൻ നരകത്ത് പോകണതിന് അവൻ പേടിക്കട്ട് എന്നിട്ട് ചെന്നിട്ട് എച്ചരിക്ക തന്നിടാറ്. അതുകൊണ്ട് ഒരിക്കലും അത്തരത്തിലുള്ളതായ ഡേഞ്ചർ ആശയ ഉള്ള ആൾമാരെ പെരുത്തുള്ളങ്ങ് പോയി റോത്തീര. അള്ളാഹു നാല് ഈമാൻ സലാമത്താക്കട്ട്. നമുക്ക് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മേലുള്ളതായ ആ ഹുബ്ബിടെ അള്ളാഹു നമുക്ക് ഏറാക്കി തരട്ടെ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ ശരീരത്തിലുള്ള സർവ്വ രോഗങ്ങൾ ആ ഹബീബിയുടെ മദ്ഹ് പറഞ്ഞതിലെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഷിഫയാക്കി തന്നെ അനുഗ്രഹിക്കട്ടെ. നല്ല ഉമ്മ അബൂക്ക് അള്ളാഹു ദീർഘായുസ്സുൽ ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.